മുഹമ്മദ് നബിയെ ബഹുമാനിച്ച ഒരാളും പരാജയപ്പെടില്ല, മുഹമ്മദ് നബിയെ നിന്ദിച്ച ഒരാളും വിജയിക്കില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അറിഞ്ഞും അറിയാതെയും പോലും നബിയെ വില കുറക്കുന്ന ഒരു വാക്ക് പറയാൻ പാടില്ലാത്തതാണ്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ ബിദ്അത്ത് എന്നല്ല പറയേണ്ടത്, അവനെ കുഫ്ർ എന്നാണ്. അത് കാഫിറാകാൻ കാരണം. അള്ളാഹു കാക്കട്ടെ. മനസ്സ് തുറന്ന് പറ, അള്ളാഹു കാക്കട്ടെ. ഒരാൾ മിണ്ടിപ്പോകരുത് ആ വാക്ക്, അത് മിണ്ടാനേ പാടില്ല. സാധാരണ മനുഷ്യനോ പുണ്യ റസൂൽ അത്തരം ആളുകൾ ഷഹാദത്ത് കലിമ ആവർത്തിച്ചു ചെല്ലണം. കാരണം അത്രയും വലിയ ആളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലേ. അല്ലാഹു പുണ്യ നബിക്ക് നൽകിയ പേരെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. റഹ്മ. റസൂലുള്ളാഹിയുടെ പേര് റഹ്മാൻ. റഹ്മ എന്ന പേരിൽ ഒരു നബിയില്ല. റഹ്മ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഏതാണ് ഈ റഹ്മ? യദൈ റഹ്മ. അല്ലാഹു അർശും കുർസും ലൗഹും ഖലമും പടച്ചു. കലം പടച്ചു, ലോഹ് പടച്ചു. കലമിനോട് അല്ലാഹ് പറഞ്ഞു, കലമേ നീ ലോഹിൽ പോയത്. അപ്പോൾ കലം ലോഹിലേക്ക് എഴുതാൻ വേണ്ടി പോയി. അള്ളാഹുവോട് കലം ചോദിച്ചു, അല്ലാഹ് ലോഹിൽ കലം എഴുതാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ അല്ലാഹ്, ഞാൻ എന്താണ് ലോഹിൽ എഴുതേണ്ടത്? ഇത് നിഷേധിച്ചാൽ ലോഹിനെയും കലമിനെയും നിഷേധിച്ചാൽ കാഫിറാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലോഹം കലമും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തതാണ്. അനവധി ഹദീസുകൾ ഈ സംഭവത്തിന് സാക്ഷിയാണ്. ലോഹം കലമും ലോഹിൽ എഴുതാൻ വേണ്ടി കലം പോയി. അപ്പോൾ അള്ളാഹുവോട് കലം ചോദിച്ചു, അല്ലാഹ് ഞാൻ എന്താണ് ലോഹിൽ എഴുതേണ്ടത്? അള്ളാഹ് പറഞ്ഞു, ഉക്തുബ് അനിർ റഹ്മ. നീ റഹ്മത്തിനെ പറ്റി എഴുത്. ആദ്യമായി ലൗഹിൽ എഴുതിയ വാക്ക് ഇസ്മു റസൂലില്ലാ, മുഹമ്മദ് നബിയുടെ പേരാ. മുഹമ്മദ് നബിയുടെ പേരാണ് എന്ത്? റഹ്മ. ഉറക്കപ്പറ റഹ്മ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്നോട് അസൂയപ്പെട്ടൊരു കാര്യമില്ല. എൻ്റെ പേര് അങ്ങനെ ആയത് നിങ്ങൾ എന്നോട് നിങ്ങൾ മേപിട്ട് നോക്കുക ഓരോരുത്തർ. എനിക്ക് അല്ലാഹു തന്നൊരു തൗഫീഖ്, എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു തൗഫീഖായി അല്ലാഹു തന്നത് എൻ്റെ വലിയ അപ്പാക്ക് എനിക്ക് റഹ്മത്തുള്ള എന്ന് പേരിടാൻ തോന്നിയതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു തൗഫീഖാണ്. അത് ഭയങ്കര തൗഫീഖാണ്. ആദ്യമായി ലോഹിൽ എഴുതിയ വാക്കാണ് എന്ത്? റഹ്മ. അത് റസൂലുള്ളാഹിയുടെ പേര്. അത് ഭയങ്കര വാക്ക്. ആദ്യമായി ലോഹിൽ എഴുതിയ പേര് റഹ്മത്താണ്. റഹ്മത്താണ് മുഹമ്മദ് നബിയുടെ പേര്. ഇബ്രാഹിം ഖലീലാണ്. ഉറക്കപ്പറ അലൈഹിസ്സലാം. മൂസ കലീമാണ്. അങ്ങനെയാ. ഖുല്ലത്ത് ശാമിലത്തല്ല, റഹ്മത്തോ ശാമിലത്താണ്. എന്തിനേയും മൂടുന്നതാണ് റഹ്മ. റഹ്മത്ത് മൂടാത്ത ഒന്നുമില്ല. ഖലീൽ, അള്ളാഹു ഒരാളെ ഖലീലാക്കി. ചിലരെ ഖലീലാക്കും, ചിലരെ ഖലീലാക്കൂല. കലീം, അള്ളാഹു മൂസ നബിയോട് സംസാരിച്ചു. ചിലരോട് സംസാരിക്കും, ചിലരോട് സംസാരിക്കൂല. എന്നാൽ റഹ്മത്ത് അങ്ങനെയല്ല. വറഹ്മതി വസിഅത് കുല്ല ശൈ, വറഹ്മതി വസിഅത് കുല്ല ശൈ. എന്തിനേയും മൂടുന്നതാണ് എന്റെ റഹ്മത്ത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. റഹ്മ. മുത്ത് നബിയുടെ പേരാണ് റഹ്മ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു തവണ അല്ലാഹ് ബിസ്മി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതോ എല്ലാ ശരീഅത്ത് നിയമവും ഇതിലുണ്ടെന്ന് ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ശരീഅത്ത് നിയമവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിലുണ്ട്. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? അള്ളാഹുടെ പേര് ഒരു തവണ, മുഹമ്മദ് നബിയുടെ പേര് 2 തവണ. അല്ലാഹ് ഒരു തവണ, റഹ്മത്ത് 2 തവണ. റഹ്മാനിന്റെ ഉള്ളിലും റഹ്മത്തുണ്ട്, റഹീമിന്റെ ഉള്ളിലും റഹ്മത്തുണ്ട്. റഹ്മത്തിൽ നിന്നാണ് റഹ്മാൻ എന്ന വാക്കുണ്ടായത്. റഹ്മത്തിൽ നിന്നാണ് റഹീം എന്ന വാക്കുണ്ടായത്. റഹ്മത്തോ മുത്തുനബിയുടെ പേരാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ. മനസ്സ് തുറന്നിട്ട് എന്റെ കൂടെ വരണേ, ഉറക്ക സ്വലാത്തിലെ പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒരു തവണ അള്ളാഹുടെ പേര് പറഞ്ഞപ്പോ 2 തവണ മുത്തുനബിയുടെ പേര് പറഞ്ഞു. റഹ്മാന്റെ ഉള്ളിലും റഹ്മത്തുണ്ട്, റഹീമിന്റെ ഉള്ളിലും റഹ്മത്തുണ്ട്. പിന്നെയോ ഫാത്തിഹയിൽ ഈ വാക്ക് വീണ്ടും ആവർത്തിച്ചു. അൽഹംദുലില്ലാഹ് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിച്ചു അർ-റഹ്മാനിർ റഹീം. അപ്പോൾ ഫാത്തിഹയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നബിയുടെ പേര് റഹ്മ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.
അതിനിടയിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. ഹംദോ അതും മുഹമ്മദ് നബിയുടെ പേരാ. ഹംദിന്റെ തുടക്കത്തിൽ ഒരു മീം കൊടുത്താൽ മതി, മുഹമ്മദായി. ഹംദിൽ മീം കൊടുത്താൽ മുഹമ്മദ. അപ്പോൾ ഒന്നാമത്തെ സൂറത്തിൽ ഒന്നാമത്തെ ആയത്തിൽ റസൂലാണ് പേര്, രണ്ടാമത്തെ ആയത്തിൽ റസൂലാണ് പേര്, മൂന്നാമത്തെ ആയത്തിൽ റസൂലാണ് പേര്. ഇത് ക്ലിയർ ആയാലോ? ഇനി അടുത്ത വാക്ക് മാലിക് യൗമിദ്ദീൻ, അതിൽ ഔലാവും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തെ ആയത്ത് പരലോക. നാലാമത്തെ ആയത്ത് പരലോകമ്മ. പരലോകത്തേക്ക് ഒരാൾ എത്തണമെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുള്ള ബന്ധം ശരിയാകണം. ഒന്നാമത്തെ ആയത്തിലും അള്ളാഹു റസൂലിനോട് ബന്ധം വേണം. രണ്ടും അതന്നെ പറഞ്ഞത്, മൂന്നും അതന്നെ പറഞ്ഞു. അൽഹംദുലില്ലാ അതല്ലേ. ചില ആള് പറയും ബിസ്മിയെ ഞങ്ങൾ അംഗീകരിക്കൂല. ശരി, നീ അൽഹംദുലില്ലാ അംഗീകരിക്കുമല്ലോ. ഒന്നാമത്തെ ആയത്തിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബിസ്മി അംഗീകരിക്കൂല. ആയിക്കോട്ടെ, നീ ബിസ്മി അംഗീകരിക്കണ്ട, അൽഹംദുലില്ലാ അംഗീകരിക്കുമല്ലോ. ഹംദ് എന്ന വാക്കിൽ ഹംദിൽ മീം കൊടുത്താൽ മുഹമ്മദായി. അത് മുഹമ്മദ് നബിയുടെ പേരാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹംദിനെ ആലമീനയിലേക്ക് ചേർത്തു, റഹ്മത്തിനെയും ആലമീനയിലേക്ക് ചേർത്തു, രണ്ടിനെ ഒന്നാക്കി. ഒരായത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരായത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. അതാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹബീബിനോളം അല്ലാഹു ബഹുമാനിച്ച ഒരാളുമില്ല. ഹബീബിന് കൊടുത്ത സ്ഥാനം അല്ലാഹു ലോകത്തൊരാൾക്കും നൽകിയിട്ടുമില്ല.